എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ 2 ശർക്കര ബെല്ലം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കത് ഉരുക്കിയെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് 4 ഏലക്കായ ഇട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ, 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ പൊടിയും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ വേണ്ടത് 2 പാളയംകുടം പഴമാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിൽ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം. നമ്മളിത് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടിയും ലൂസായ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് 3/4 മണിക്കൂർ നമ്മളിത് അടച്ച് വയ്ക്കുകയാണ്. 3/4 മണിക്കൂറിന് ശേഷം നമ്മൾക്കിത് തുറന്ന് നോക്കാം. മാവെല്ലാം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കൈ ഒന്ന് നനച്ചിട്ട് കുറച്ച് മാവെടുത്ത് ഉരുളയാക്കി എടുക്കാം. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ ഉള്ളു വേവില്ല. ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കോരിയെടുക്കുകയാണ്. നന്നായി നല്ല ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നന്നായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.